സിജി ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മഗധയുടെ വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 16 മഹാജനപദങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ 16 മഹാജനപദങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ട് പല യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അതിൽ അന്തിമമായിട്ട് വിജയിച്ചിരുന്നത് മഗധയാണ്. അപ്പോൾ ഈ നല്ല മഴ ലഭിക്കുന്ന ഒരു ഉൽപാദനക്ഷമതയുള്ള ഒരു പ്രദേശമായിരുന്നു മഗധ. അതിൽ ധാരാളം ഇരുമ്പയിര് നിക്ഷേപങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് ആ സ്ഥലങ്ങളിൽ തന്നെ മഗധയിൽ തന്നെ ലഭ്യമായി തുടങ്ങി. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകളായിരുന്നു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ആനകളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അത് മഗധയിലെ വനങ്ങളിൽ ആനകൾ ഒരുപാട് യഥേഷ്ടം ഉണ്ടായിരുന്നു. ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. ആനയെയാണ് അവർ യുദ്ധങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അവിടുത്തെ വനങ്ങളിൽ ആന ധാരാളം യഥേഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. അപ്പോൾ ഗംഗയും അതിൻ്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. പിന്നീട് ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുള്ള ഭരണാധികാരികളൊക്കെ ഈ മഗധയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഹര്യങ്ക രാജവംശം, അത് ബിംബിസാരൻ, അജാതശത്രു. ശിശുനാഗ രാജവംശം, ശിശുനാഗൻ. നന്ദ രാജവംശം, പത്മനന്ദൻ. അപ്പം ഇതാണ് മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരും. ഇനി അടുത്ത് പറയാൻ പോകുന്നത് മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക്. ഈ മഗധയിൽ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. അത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അവയിൽ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തിയിട്ട് BCE 321 ചന്ദ്രഗുപ്ത മൗര്യ രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ ഈ മഗധയിൽ ഒരുപാട് രാജവംശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ട് BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്തു? മൗര്യ രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ ഈ മൗര്യ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്രം, അതായത് ഇന്നത്തെ പാറ്റ്ന, ആ നഗരത്തെക്കുറിച്ച് മെഗസ്തനീസ് എന്ന ഗ്രീക്ക് രാജപ്രതിനിധിയുടെ വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഇത് മനോഹരമായ വലിയ നഗരമാണ്. ഈ നഗരത്തെ ചുറ്റി വലിയൊരു മതിലുണ്ട്. ഇതിന് 64 പ്രവേശന കവാടങ്ങളും ധാരാളം ഗോപുരങ്ങളുമുണ്ട്. 2-3 നിലകളുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മരവും ചെളിക്കട്ടകളും ഉപയോഗിച്ചാണ്. രാജാവിൻ്റെ കൊട്ടാരവും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഗ്രീക്ക് രാജപ്രതിനിധിയായിരുന്ന മെഗസ്തനീസ് അദ്ദേഹം പാടലിപുത്രത്തിനെ കുറിച്ച്, മൗര്യരാജ്യത്തിൻ്റെ തലസ്ഥാനമായ പാടലിപുത്രത്തിനെ കുറിച്ച് ഒരു വിവരണം നടത്തിയതാണ്. പിന്നീട് കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം, അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങൾ, അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഈ മൗര്യരാജ്യത്തിൻ്റെ ചരിത്ര പഠനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. കൗടില്യൻ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്രം, കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥശാസ്ത്രവും സപ്താംഗ സിദ്ധാന്തവും. അത് മൗര്യ രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന ചരിത്ര രേഖ കൂടിയാണ് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിൻ്റെ തലവനായിരുന്ന R. ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിൻ്റെ കൈയെഴുത്തുപ്രതി ലഭിച്ചത്. 1907 ശ്യാമശാസ്ത്രി അത് പ്രസിദ്ധീകരിച്ചു. 15 അധ്യായങ്ങളാണ് ഈ കൃതിക്കുള്ളത്. 7 ഘടകങ്ങളിൽ അഥവാ സപ്താംഗങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പോൾ 7 ഘടകങ്ങൾ എന്ന് പറയുന്നത്: സ്വാമി, രാജാവ്; അമാത്യർ, മന്ത്രിമാർ; ജനപദം, ഭൂമേഖലയും ജനങ്ങളും; ദുർഗം, കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സ്ഥലം; കോശം, ഖജനാവ്; ദണ്ഡ, നീതിന്യായം; മിത്രം, സൗഹൃദ രാജ്യങ്ങൾ. അവിടെ മൗര്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി. അദ്ദേഹം കലിംഗം, അതായത് ഇന്നത്തെ ഒഡീഷ, അപ്പോൾ ആ കലിംഗം ആക്രമിച്ച് കീഴടക്കിയതോടുകൂടി എന്ത് ചെയ്തു? മൗര്യരാജ്യം ഒന്നും കൂടി വിശാലമായിട്ട് തുടങ്ങി.
അപ്പോൾ ഈ കലിംഗ യുദ്ധാനന്തരം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ച് ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം കലിംഗ യുദ്ധത്തോടുകൂടി യുദ്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചതായിട്ടൊക്കെ ഈ ലിഖിതങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ലിഖിതം കാണാം. നേപ്പാളിലെ റുമിന്തേയിൽ, അതായത് ലുംബിനി ലിഖിതവും അതിൻ്റെ പരിഭാഷയുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ലിഖിതം ശ്രദ്ധിക്കാം. ബുദ്ധശാഖ്യമുനി ജനിച്ച ഈ സ്ഥലത്ത് ദേവനാംപ്രിയ പിയദസി കിരീടദാനത്തിന് 20 വർഷത്തിനു ശേഷം നേരിട്ട് വന്ന് ആരാധന നടത്തി. ആ പുണ്യാത്മാവ് ജനിച്ച സ്ഥലമാണ് ഇത് എന്ന് അറിയുന്നതിനു വേണ്ടി ഇവിടെ കരിങ്കൽ മതിനാൽ ചുറ്റപ്പെട്ട് സ്തൂപം സ്ഥാപിച്ചു. ലുംബിനിയിലുള്ള ആളുകളെ ബലിയിൽ നിന്ന് ഒഴിവാക്കുകയും അവർ വിളവിന്റെ 8ൽ 1 ഭാഗം മാത്രം ഭാഗമായി കൊടുത്താൽ മതിയെന്നും തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ഈ ലിഖിതത്തിൽ നിന്ന് മൗര്യ രാജ്യത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് കരിങ്കൽ മതിലിനാൽ ചുറ്റപ്പെട്ട സ്തൂപം സ്ഥാപിച്ചു. പിന്നീട് ലുംബിനിയിലുള്ള ആളുകളെ ബലിയിൽ നിന്ന് ഒഴിവാക്കി അതിൽ വിളവിൻ്റെ 8ൽ 1 ഭാഗം മാത്രം ഭാഗമായി കൊടുത്താൽ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ ലിഖിതത്തിൽ നിന്ന് മൗര്യ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് മൗര്യ ഭരണത്തിനെ കുറിച്ചാണ്. അതിൽ മൗര്യ രാജ്യം വിശാലമായിരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ മനസ്സിലാക്കി. അതിൽ ഭരണ സംവിധാനത്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം തലസ്ഥാനങ്ങളുമുണ്ട്. അപ്പം മൗര്യ രാജ്യവും ഇങ്ങനെ എന്ത് ചെയ്തു, വിവിധ പ്രവിശ്യകളായിട്ടൊക്കെ വിഭജിച്ചിരുന്നു. ഈ പ്രവിശ്യകളൊക്കെ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് മൗര്യ ഭരണത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ഈ പ്രവിശ്യ തലസ്ഥാനങ്ങളൊക്കെ കണ്ടെത്താനുള്ള ഒരു ഭൂപടമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് കളറായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പ്രവിശ്യ തലസ്ഥാനങ്ങൾ ഒരു ത്രികോണാകൃതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രാജ്യ തലസ്ഥാനം. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് തൊട്ടടുത്തൊരു പട്ടിക പൂർത്തിയാക്കാനുണ്ട്. അവിടെ തെക്കൻ പ്രവിശ്യ, പടിഞ്ഞാറൻ പ്രവിശ്യ, വടക്കൻ പ്രവിശ്യ, കിഴക്കൻ പ്രവിശ്യ എന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തെക്കൻ പ്രവിശ്യ എന്ന് പറയുന്നത് സുവർണഗിരിയാണ്. പടിഞ്ഞാറൻ പ്രവിശ്യ ഉജ്ജയിനി, വടക്കൻ പ്രവിശ്യ തക്ഷശില, കിഴക്കൻ പ്രവിശ്യ തൊശാലി. അതിൽ മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അതിലൊന്ന് കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന എന്നിങ്ങനെയാണ് മൗര്യന്മാരുടെ സൈന്യത്തിനുണ്ടായിരുന്ന 5 വിഭാഗങ്ങൾ. അപ്പോൾ ഈ സൈന്യ ഭരണത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് 30 അംഗങ്ങളുള്ള സമിതിയെയാണ് നിർവഹിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രജകൾക്കിടയിലൊക്കെ സഹവർത്തിത്വവും സമാധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ അശോകധമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അശോകൻ്റെ ശാസനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഈ അശോകധമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. അതാണ് അശോകധമ്മയിലുള്ള കുറേ അതിൽ പ്രചരിപ്പിച്ച കുറേ ആശയങ്ങൾ. അപ്പോൾ ഈ വിശാലമായിട്ടുള്ള രാജ്യത്തിൻ്റെ നല്ല രീതിയിലുള്ള ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള നയമായിരുന്നു അശോകധമ്മ എന്നാണ് പ്രമുഖ ചരിത്രകാരിയായ റുമില ധാപ്പർ അറിയപ്പെടുന്നുണ്ട്. അവിടെ ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കച്ചവടത്തിൻ്റെ വളർച്ചയെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അവയെ നമ്മൾ മുദ്രാങ്കിത നാണയങ്ങൾ, പഞ്ച് മാർക്കറ്റ് കോയിൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് വെള്ളിയിലും ചെമ്പിലൊക്കെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കച്ചവടത്തിനായിട്ട് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ നാണയങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും ഈ എങ്ങനെയൊക്കെയാണ് കച്ചവടം നടത്തിയിരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. കര വഴിയും കടൽ വഴിയും നദികൾ വഴിയൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം,
തുടങ്ങിയവയായിരുന്നു പ്രധാന കച്ചവട വസ്തുക്കൾ. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം തുടങ്ങിയവ. അക്കാലത്തെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന സേത്ത്, സാത്തവാഹകർ എന്നീ പദങ്ങൾ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അന്നത്തെ കാലങ്ങളിൽ അന്നത്തെ പുസ്തകങ്ങളിലൊക്കെ പരാമർശിക്കുന്ന സേത്ത് അല്ലെങ്കിൽ സാത്തവാഹകർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന കച്ചവടക്കാരെയാണ് ആ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത്. രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ. അവിടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ, ഈ നൽകിയിരിക്കുന്ന ഭൂപടം എന്ന് പറയുന്നത് ഗ്രീസിന്റെ സ്ഥാനം കണ്ടെത്തൂ എന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടത്തിൽ അതിൽ ഗ്രീസിൽ പൊതു സുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. പൊതു സംരക്ഷണത്തിനും അതുപോലെ പൊതു സുരക്ഷയ്ക്കും ഭരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവ നഗരരാഷ്ട്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗര രാഷ്ട്രം. ഒരു നഗരവും ചുറ്റുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു നഗരരാഷ്ട്രം എന്ന് പറയുന്നത്. കുന്നുകളും പർവ്വതങ്ങളും നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികളൊക്കെ നൽകി. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. അപ്പോൾ ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ സ്ഥാനം. അതായത് ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവയൊക്കെയാണ് ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങൾ. അടുത്തത് ജനാധിപത്യ വഴിയിലെ ഏതൻസിനെ കുറിച്ച്. അപ്പോൾ അതിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ള ഒന്നായിരുന്നു. അപ്പോൾ ഇത് മറ്റ് നഗര രാഷ്ട്രങ്ങളിലെ ഭരണരീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ പൗരന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങളിലൊക്കെ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് തന്നെ വർഷത്തിൽ 4 തവണ ഇവർ യോഗം ഒക്കെ ചേരാറുണ്ട്. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരൊക്കെ ഈ പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബുദ്ധമതത്തിനെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പിന്നീട് നമ്മൾ മഗധയുടെ മഹാജനപദങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ മഗധയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക് എത്തി. മൗര്യ ഭരണത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൽ അശോക ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അവിടെ ഉണ്ടായ കച്ചവടത്തിൻ്റെ വളർച്ച, അതുപോലെ പിന്നെ ഗ്രീസിലുള്ള രാഷ്ട്ര രൂപീകരണം, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തത്.